ഒരു ചെറിയ അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിലെ തൻ്റെ കോളനി വിട്ട് പടിഞ്ഞാറോട്ട് സമുദ്രത്തിൽ നിന്ന് അകന്ന ദിശയിലേക്ക് നടക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ 2026 സോഷ്യൽ മീഡിയയിൽ നീലസ്റ്റ് പെൻഗിൻ എന്ന പേരിൽ വൈറലായി. ആ വീഡിയോ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. ആ ദൃശ്യത്തിൽ പാറകളിലേക്കായി ദീർഘദൂരം നടന്നു പോകുന്ന പെൻഗിനെ കണ്ടപ്പോൾ ചിലർ അതിനെ ബേൺഔട്ട്, ജീവിതത്തോടുള്ള താല്പര്യക്കുറവ് തുടങ്ങിയ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി. എന്നാൽ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഇത് മനുഷ്യരുടെ വികാരങ്ങൾ പക്ഷിയിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു കാഴ്ചപ്പാട് മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അത് ആ പെൻഗിന്റെ സ്വാഭാവികമായിട്ടുള്ള തെറ്റായ ദിശയിലേക്കുള്ള നടത്തമാണെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമുക്ക് അഡ്ലി പെൻഗിന്റെ വിശേഷങ്ങൾ ധരിക്കാലോ. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിനും അതിനോട് ചേർന്ന ദ്വീപുകളിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രധാന പെൻഗിൻ ഇനമാണ് അഡ്ലി പെൻഗിൻ. തണുത്ത കാലാവസ്ഥയോട് ഏറ്റവും മികച്ച രീതിയിൽ ഇണങ്ങിച്ചേർന്നിരിക്കുന്ന കടൽ പക്ഷികളാണിത്. ചെറിയ വലുപ്പവും സജീവ സ്വഭാവം കൊണ്ടാണ് ഇഡ്ലി പെൻഗിൻ മറ്റു പെൻഗിൻ ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഇവിടെ ശാസ്ത്രീയ നാമം പൈഗോസിലിസ് അഡ്ലി എന്നാണ്. ഈ ശാസ്ത്രനാമം ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ളതാണ്. പൈഗോസിലിസ് എന്നത് വാലിനോടുള്ള ബന്ധം സൂചിപ്പിക്കുകയും അഡ്ലി എന്നത് ഫ്രഞ്ച് ഗവേഷകനായിട്ടുള്ള ജൂൾസ് ഡിമോൺ ഡി ഒർവെലിന്റെ ഭാര്യയായ അഡ്ലിയെ ആദരിച്ചിട്ടാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. സ്വീനിസിഡെ എന്നാണ് ഇവയുടെ കുടുംബം. ഈ കുടുംബത്തിൽ എല്ലാ പെൻഗിൻ ഇനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവ പറക്കാൻ കഴിയത്തില്ലാത്ത പക്ഷികളാണ്, എന്നാൽ നീന്തലിന് അതിവിശിഷ്ടമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ശരീരഘടനയും ചിറകുകളുടെ രൂപാന്തരവും ഒക്കെ ഇവയെ മികച്ച ജലജീവികളായിട്ട് മാറ്റിയിട്ടുണ്ട്. സ്വീനിസിഫോർമീസ് എന്നാണ് ഇവയെ വർഗീകരിച്ചിരിക്കുന്നത്. ഈ വർഗത്തിൽ ഉൾപ്പെടുന്ന പക്ഷികൾ സമുദ്ര ജീവിതത്തിന് പൂർണ്ണമായിട്ടും അനുയോജ്യരാണ്. ചിറകുകൾ ഫ്ലിപ്പറുകളായിട്ട് മാറിയതിനാൽ ഇവയ്ക്ക് പറക്കുവാൻ കഴിവില്ലെങ്കിലും വെള്ളത്തിൽ അതിവേഗം നീന്താൻ വേണ്ടി കഴിയും. അഡ്ലി പെൻഗിനുകൾക്ക് കറുപ്പും വെളുപ്പും നിറങ്ങളുള്ള ശരീരമാണ്. കണ്ണിന് ചുറ്റുമുള്ള വെളുത്ത വളയം ഇവയുടെ പ്രത്യേക അടയാളമാണ്. ചെറുതായിട്ടുള്ള കൊക്കുകളും കരുത്തുള്ള കാലുകളും ഇവയ്ക്കുണ്ട്. കൂട്ടമായിട്ട് ജീവിക്കുകയും കോളനികളായിട്ട് മുട്ടയിടുകയും ചെയ്യുന്നത് ഇവയുടെ പ്രധാന സ്വഭാവങ്ങളിലൊന്നാണ്. ശാസ്ത്രീയമായിട്ട് വ്യക്തമായിട്ടുള്ള തിരിച്ചറിവും പ്രത്യേക ശരീരഘടനയുള്ള ഒരു പ്രധാന അന്റാർട്ടിക്ക പക്ഷിയാണ് അഡ്ലി പെൻഗിനുകൾ. ശാസ്ത്രീയ നാമം, കുടുംബം, വർഗ്ഗം എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ ഇവയുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനവും വികാസപരമായിട്ടുള്ള പ്രധാനവും വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. നമുക്ക് ഇവയുടെ പൂർവികരും വികാസന തുടക്കവും സംഭവിച്ചിട്ടുള്ള കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ അത്യന്തം തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന പ്രശസ്തമായിട്ടുള്ള പെൻഗിൻ ഇനമാണ് അഡ്ലി പെൻഗിൻ. ഇവയുടെ ഇന്നത്തെ രൂപവും സ്വഭാവവും ദീർഘകാല വികാസ പ്രക്രിയയുടെ ഫലമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പൂർവ്വ പക്ഷികളിൽ നിന്നാണ് അഡ്ലി പെൻഗിനുകളുടെ വികാസം ആരംഭിച്ചതെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ഇന്നത്തെ പെൻഗിനുകളുടെ പൂർവ്വികർ പറക്കാൻ കഴിവുള്ള പക്ഷികളായിരുന്നു. ഏകദേശം 60-65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളുടെ നാശത്തിന് പിന്നാലെ ഈ പൂർവ്വ പക്ഷികൾ കടൽ പരിസരത്തോട് കൂടുതൽ ചേർന്ന് വീഴുകയായിരുന്നു. ഭക്ഷണം ലഭ്യമാക്കുന്നതിനായിട്ട് മത്സ്യങ്ങളും ചെറിയ സമുദ്രജീവികളും വേട്ടയാടാൻ വേണ്ടി ഇവ വെള്ളത്തിൽ കൂടുതൽ ആശ്രയിച്ചു. കാലക്രമേണ നാച്ചുറൽ സെലക്ഷൻ മൂലം ഈ പക്ഷികൾക്ക് പറക്കൽ അത്ര ആവശ്യമായിരുന്നില്ല. കാരണം വെള്ളത്തിൽ വേഗത്തിലും ആഴത്തിലും നീന്തുവാനുള്ള കഴിവാണ് ജീവിക്കാൻ കൂടുതൽ സഹായകരമായത്. ഇതിന്റെ ഫലമായിട്ട് ചിറകുകൾ പതുക്കെ ഫ്ലിപ്പറുകളായിട്ട് മാറി. അസ്ഥികൾ കൂടുതൽ കട്ടിയുള്ളതായതോടെ ശരീരം വെള്ളത്തിൽ മുങ്ങാൻ വേണ്ടി അനുയോജ്യമായി. ഇല്ലി പെൻഗിനുകളുടെ പൂർവ്വികർക്ക് ഇന്നത്തെ പെൻഗിനുകളെക്കാൾ നീളം കൂടിയ ചിറകുകളും ലഘുവായിട്ടുള്ള ശരീരവുമായിരുന്നു. വികാസ പ്രക്രിയയിൽ ഇവയുടെ ശരീരം കൂടുതൽ സാന്ദ്രമാകുകയും തണുത്ത കാലാവസ്ഥയെ ചെറുക്കുവാൻ കട്ടിയുള്ള തൂവലുകളും കൊഴുപ്പ് പാളികളും വികസിക്കുകയും ചെയ്തു. ഇതിലൂടെ ശരീരതാപം നിലനിർത്താൻ വേണ്ടിയും തണുത്ത വെള്ളത്തിൽ ദീർഘസമയം കഴിയാൻ വേണ്ടിയും ഇവയ്ക്ക് സാധിച്ചു. അന്റാർട്ടിക്കയിലെ കടുത്ത കാലാവസ്ഥയും ഹിമപ്രദേശങ്ങളും അഡ്ലി പെൻഗിനുകളുടെ വികാസത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂട്ടമായിട്ട് ജീവിക്കൽ, കോളനികളായിട്ട് മുട്ടയിടൽ, പരസ്പരം ചൂട് പങ്കുവെച്ച് ജീവിക്കൽ തുടങ്ങിയ സ്വഭാവങ്ങൾ ഈ കാലഘട്ടത്തിലായിട്ടാണ് ശക്തമായത്. ഇത്തരം സാമൂഹിക സ്വഭാവങ്ങളും വികാസത്തിന്റെ ഭാഗമാണ്. അഡ്ലി പെൻഗിനിന്റെ വികാസ ചരിത്രം പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഉദാഹരണമൊന്നാണ്. പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരഘടനയും സ്വഭാവങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇവ. പൂർവ്വികരിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങൾ തലമുറകളോട് ചേർന്ന് ഇന്നത്തെ അഡ്ലി പെൻഗിൻ എന്ന സമ്പൂർണ്ണ ജലപക്ഷിയെ രൂപപ്പെടുത്തുവാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗിനുകളുടെ പൂർവ്വികരും വികാസന തുടക്കവും പഠിക്കുന്നത് ജീവശാസ്ത്രത്തിന്റെ ആഴവും ശക്തിയും മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. പറക്കുന്ന പക്ഷികളിൽ നിന്ന് തണുത്ത സമുദ്രത്തിൽ ജീവിക്കുന്ന പെൻഗിനുകളിലേക്കുള്ള ഈ ദീർഘയാത്ര പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള രൂപാന്തരത്തിന്റെ തെളിവാണ്. നമുക്കിവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ പറ്റി നോക്കിയാലോ. അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിൽ മാത്രം ജീവിക്കുന്ന ഏറ്റവും പ്രശസ്തവും ശാസ്ത്രീയമായിട്ട് ഏറെ പഠിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു പെൻഗിൻ വർഗ്ഗമാണ്. കറുപ്പ്, വെള്ള നിറത്തിലുള്ള ശരീരഘടന, ഉത്സാഹഭരിതമായിട്ടുള്ള ചലനങ്ങൾ, ശക്തമായിട്ടുള്ള സാമൂഹിക ജീവിതം എന്നിവ കാരണം ഇവയെ അന്റാർട്ടിക്കയുടെ ക്ലൗൺ എന്ന് വിളിക്കപ്പെടുന്നു. അഡ്ലി പെൻഗിനെ കുറിച്ചുള്ള ചില അതിശയകരവും ആകർഷണകരവുമായിട്ടുള്ള വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ ഇവ അന്റാർട്ടിക്കയുടെ സ്ഥിര താമസക്കാരാണ്. അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം ജീവിക്കുന്ന പെൻഗിൻ ഇനമാണ്. ചക്രവാതങ്ങളുള്ള അത്യന്തം തണുത്തുള്ള പ്രദേശങ്ങളും, അതായത് ഏകദേശം -40°C വരെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇവ ജീവിക്കാൻ വേണ്ടി കഴിവുള്ളവയാണ്. മനുഷ്യൻ എത്താൻ പോലും ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇവയുടെ കോളനികൾ സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് കണ്ണിന് ചുറ്റുമുള്ള വെളുത്ത വളയം ഒരു പ്രത്യേകതയായിരിക്കും. അഡ്ലി പെൻഗിന്റെ കണ്ണിന് ചുറ്റും വ്യക്തമായിട്ടുള്ള വെളുത്ത വളയം കാണാൻ വേണ്ടി സാധിക്കും. ഇതവയെ മറ്റു പെൻഗിൻ ഇനത്തിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന പ്രത്യേകതയാണ്. കറുത്ത തലയും വെളുത്ത വയറും ചേർന്ന ഭംഗിയുള്ള നിറസമത്വം ഇവയെ ഏറെ ആകർഷണമാക്കുന്നുണ്ട്. അഡ്ലി പെൻഗിനുകൾ കരയിൽ നടക്കുമ്പോൾ ചാഞ്ചാട്ടത്തോടെ നടക്കുന്ന രീതിയിലുള്ളതിനാൽ തന്നെ ഇത് മനുഷ്യർക്ക് ഒരു തമാശയായിട്ട് തോന്നും. എന്നാൽ വെള്ളത്തിൽ ഇവ അതിവേഗം നീങ്ങുന്ന ഒരു മികച്ച നീന്തൽക്കാരനാണ്. അതിനാൽ തന്നെ കടലിന്റെ പക്ഷികൾ എന്ന വിളിപ്പേര് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഇവയ്ക്ക് മണിക്കൂറിൽ 20 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്താൻ വേണ്ടി കഴിയും. ചിറകുകൾ ഇവയ്ക്ക് ഒരു ചിറകുകളല്ല, ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഫ്ലിപ്പറുകളാണ്.
മത്സ്യങ്ങൾ, ക്രിൽ, ചെറു, സ്കീഡുകൾ എന്നിവ പിടിക്കാൻ വേണ്ടി ഇവ വെള്ളത്തിൽ വലിയ വേഗത്തിൽ ചാടി കളിക്കുന്നുണ്ട്. ഇല്ലി പെൻഗിൾക്ക് മഞ്ഞിൽ കൂട് പണിയാനാവത്തില്ല, പകരം ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് കൂടാണ് ഇവ നിർമ്മിക്കുന്നത്. കല്ലുകൾ തമ്മിൽ മോഷ്ടിക്കുന്ന പതിവ് ഇവയ്ക്കുണ്ട്. ഒരുപാട് പെന്നുകൾ തമ്മിൽ കല്ലിനു വേണ്ടി വഴക്കിടുന്ന കാഴ്ച ശാസ്ത്രലോകത്തിന് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആൺപെൺ പെൻഗിൻ ജോഡി ഒരേ കൂട്ടാളിയെ പല വർഷങ്ങളോളം തുടരാറുണ്ട്. മുട്ടയിടുന്നതിന് ശേഷം ആൺപെൺ പെൻഗിനുകൾ മാറി മാറി മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഒരാൾ ഭക്ഷണം തേടാൻ വേണ്ടി കടലിലേക്ക് പോകുമ്പോൾ മറ്റേത് കൂടിനരികിൽ കാവലിരിക്കും. അത് അവയുടെ ഒരു പ്രത്യേകതയാണ്. കുഞ്ഞുങ്ങൾ വളരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ചേർന്ന് ക്രച്ച് എന്ന കൂട്ടമായിട്ട് ജീവിക്കും. ഇത് തണുപ്പിൽ നിന്ന് രക്ഷയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ഒക്കെ നൽകുന്നുണ്ട്. മാതാപിതാക്കൾ തിരികൾ വന്നാൽ സ്വയം കുഞ്ഞിനെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നുണ്ട്. അഡ്ലി പെന്നുകൾക്ക് ഓരോന്നിനും ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആയിരക്കണക്കിന് പെന്നുകളുള്ള കോളനിയിൽ പോലും മാതാപിതാക്കൾ സ്വയം കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഇത് അവയുടെ അതുല്യമായിട്ടുള്ള ഓർമ്മശക്തിയും ആശയവിനിമയ കഴിവുമൊക്കെ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അഡ്ലി പെൻഗിൻ ശാസ്ത്രജ്ഞർക്കായി ഒരു ജൈവ സൂചികയാണ്. അത് ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഇവയുടെ ജനസംഖ്യ വർധനവോ കുറവോ ഒക്കെ അന്റാർട്ടിക്കയിലെ സമുദ്രാവസ്ഥയും കാലാവസ്ഥയും മാറ്റവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇവയുടെ എണ്ണം കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട്. അഡ്ലി പെൻഗിൻ ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് വിവരിക്കപ്പെട്ടത് 1840 ഫ്രഞ്ച് ഗവേഷകനായിട്ടുള്ള ജൂൾ ഡിമൻറ്റി ഉറുവിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അഡ്ലി എന്ന പേരാണ് ഈ പെൻഗിന് പേര് നൽകിയിരിക്കുന്നത്. അതിനാൽ ഇത് ശാസ്ത്രത്തോടും ഒരു പ്രണയകഥയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പേരാണ്. വെള്ളത്തിൽ ലിയോപാർഡ് സീൽ, ഓൾക്ക, അതായത് കില്ലർ വോൾ എന്നിവയൊക്കെ ഇവിടെ പ്രധാന ശത്രുക്കളാണ്. കരയിൽ സ്കൂവ എന്ന പക്ഷി കുഞ്ഞുങ്ങളെയും മുട്ടകളെയൊക്കെ ആക്രമിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഡ്ലി പെൻഗിൻ വളരെ സാമൂഹിക ജീവികളാണ്. വലിയ കോളനികളായിട്ട് ജീവിക്കുകയും കൂടുതൽ ചൂട് നിലനിർത്തുകയും ഒരുമിച്ച് ശത്രുക്കളെ നേടുകയൊക്കെ ഇവ ചെയ്യുന്നുണ്ട്. ഇവയുടെ ജീവിതം സഹനത്തിന്റെ മികച്ച ഒരു ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ അഡ്ലി പെൻഗിൻ വെറും ഒരു മനോഹരമായിട്ടുള്ള ഒരു പക്ഷി മാത്രമല്ല, മറിച്ച് അത്യന്തം തണുത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയും ശക്തമായിട്ടുള്ള കുടുംബ ബന്ധവും അതുല്യമായിട്ടുള്ള സാമൂഹിക ജീവിതവുമുള്ള ഒരു അത്ഭുത ജീവിയാണ്. ഇവയെ പഠിക്കുന്നത് അന്റാർട്ടിക്കിലെ പരിസ്ഥിതിയും കാലാവസ്ഥയും മാറ്റവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യർക്ക് വളരെ സഹായകരമാണ്. അഡ്ലി പെൻഗിൻ നമ്മളെ പഠിപ്പിക്കുന്നത് സഹജീവിതവും സഹകരണവും അതിജീവിതത്തിലുള്ള ഒരു പ്രധാന വഴികളൊന്നാണെന്നുള്ള ഒരു പാഠമാണ്. നമുക്കിനി ഇവയുടെ ശാരീരിക പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെറുതും ശക്തവുമായിട്ടുള്ള പെൻഗിൻ ഇനമാണ്. അത്യന്തം തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. അവയുടെ ഓരോ ശരീരഘടനവും, അതായത് വലിപ്പം മുതൽ ചെറുകളുടെ കൊഴുപ്പ് വാളിയൊക്കെ വരെ ഇവയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് രൂപപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഡ്ലി പെൻഗിൻ്റെ ശാരീരിക പ്രത്യേകതകൾ വിശദമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അവയുടെ വലിപ്പവും ഭാരവും സംബന്ധിച്ച് നോക്കിയാൽ, അഡ്ലി പെൻഗിൻ ചെറുതും മധ്യവുമായിട്ടുള്ള വലിപ്പമുള്ള ഒരു പെൻഗിൻ ഇനമാണ്. സാധാരണയായിട്ട് ഇവിടെ ഉയരം ഏകദേശം 60 മുതൽ 70 സെൻറ്റിമീറ്റർ വരെയും ഭാരം 3.5 മുതൽ 6 കിലോഗ്രാം വരെയും ആയിരിക്കും. ആൺ പെൻഗിനുകൾ പെൺ പെൻഗിനേക്കാൾ അല്പം വലുതും ഭാരമുള്ളവയായിരിക്കും. അഡ്ലി പെൻഗിൻ ശരീരത്തിന് വെളുപ്പും കറുപ്പും ചേർന്ന മനോഹരമായിട്ടുള്ള നിറസമന്വയമാണ്. തലയും പുറവും കറുത്ത നിറമാണ്. വയറും നെഞ്ചും ശുദ്ധമായിട്ടുള്ള വെളുപ്പ് നിറത്തിലാണ്. കണ്ണിനു ചുറ്റും വ്യക്തമായിട്ടുള്ള വെളുത്ത വളയം, അതായത് വൈറ്റ് ഐ റിങ് കാണപ്പെടുന്നു. ഈ നിറസമയത്ത് ഇവയ്ക്ക് വെള്ളത്തിൽ ശത്രുക്കളിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിനുകൾക്ക് വലുതും തെളിഞ്ഞതുമായിട്ടുള്ള കണ്ണുകളുണ്ട്. വെള്ളത്തിനടിയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇവയുടെ കണ്ണുകളുടെ ഘടന. മഞ്ഞുവീഴ്ചയും ശക്തമായിട്ടുള്ള വെളിച്ചവും ഉള്ള സാഹചര്യങ്ങളിലും ഇവയ്ക്ക് ദൂരമുള്ള മത്സ്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. പെൻഗിനുകളുടെ ചിറകുകൾ പറക്കാൻ ഉപയോഗിക്കുന്നതല്ല, നീന്താൻ ഉപയോഗിക്കുന്ന ശക്തമായിട്ടുള്ള ഫ്ലിപ്പറുകളാണത്. ഇവിടെ ചിറകുകൾ ചെറുതും കഠിനവുമായിട്ടുള്ള അസ്ഥിയോട് ചേർന്നാണ്. ഈ ഫ്ലിപ്പറുകൾ ഉപയോഗിച്ച് ഇവ മണിക്കൂറിൽ 20 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്തുന്നുണ്ട്. വെള്ളത്തിനടിയിൽ പറക്കുന്നത് പോലെ ചലിക്കുന്നതാണ് ഇവിടെ പ്രത്യേകത. അഡ്ലി പെൻഗിനുകൾക്ക് ചെറുതും ശക്തവുമായിട്ടുള്ള കാലുകളുണ്ട്. കാലുകൾ ശരീരത്തിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവയ്ക്ക് നേരെ നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വിരലുകൾക്കിടയിൽ വെബിംഗ് ഫീറ്റ് ഉള്ളതിനാൽ തന്നെ നീന്തലിന് കൂടുതൽ ശക്തി ലഭിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഞ്ഞിലും കലികളും ഒക്കെ നടക്കാൻ വേണ്ടി ഇവയുടെ പാദങ്ങൾ വളരെ അനുയോജ്യമായിരിക്കും. അഡ്ലി പെൻഗിന്റെ ശരീരത്തിനുള്ളിൽ കട്ടിയുള്ള കൊഴുപ്പുപാടിയുണ്ട്. ഇത് ശരീര ചൂട് നിലനിർത്താൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. കടുത്ത തണുപ്പിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്ന പ്രധാന ഘടകമായിരിക്കും ഇത്. ഭക്ഷണക്കുറവ് വന്നാൽ ഊർജ്ജ സ്രോതസ്സായിട്ട് ഈ കൊഴുപ്പ് ഇവ ഉപയോഗിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിന്റെ ശരീരത്തിൽ വളരെ അടുക്കി ചേർന്ന ചെറിയ ചെറു രോമങ്ങളുണ്ട്. ഒരു ചതുരശ്ര ഇഞ്ചിൽ ആയിരക്കണക്കിന് രോമങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ രോമങ്ങൾ വെള്ളം കയറാത്ത ഒരു വാട്ടർ പ്രൂഫ് സ്വഭാവമുള്ളവയാണ്. മഞ്ഞും വെള്ളവും ശരീരത്തിൽ നേരിട്ട് തട്ടാതിരിക്കാൻ വേണ്ടി ഇതവയെ സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിന്റെ ശരീരഘടന സ്ട്രീംഡ് ഷേപ്പാണെന്ന് പറയാം. ശരീരം മുന്നോട്ട് ചായുന്ന രൂപത്തിലാണ്. അസ്ഥികൂടം കട്ടിയുള്ളതും ശക്തവുമായിരിക്കും. നീന്തുമ്പോൾ വെള്ളത്തിന്റെ പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടി ഇതുവരെ സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിന്റെ കൊക്ക് ചെറുതും ശക്തവുമായിരിക്കും. മത്സ്യങ്ങളെയും ക്രില്ല് പോലുള്ള ചെറു ജീവികളൊക്കെ പിടിക്കാൻ വേണ്ടി ഇത് അനുയോജ്യമാണ്. കൊക്കിന്റെ അറ്റം ചെറുതായിട്ട് വളഞ്ഞതാണ്. ഇത് ഇരയെ പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗുകൾക്ക് കണ്ണിന് മുകളിലായിട്ട് സോൾട്ട് ഗ്ലാൻഡ്സ് ഉണ്ട്. അതായത് ഉപ്പ് നീക്കം ചെയ്യുന്ന ഗ്രന്ഥികളാണിവ. കടൽവെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൽ അധികം ഉപ്പ് പുറത്താക്കാൻ വേണ്ടി ഇതവയെ സഹായിക്കുന്നുണ്ട്. ഉപ്പ് കണ്ണിലൂടെ വെള്ളമായിട്ട് പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് പെൻഗിൻ കരയുന്നു എന്ന പോലെ നമുക്ക് തോന്നാം.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലിയെ പെന്നിൻ്റെ ശാരീരിക ഘടന അത്യന്തം തണുത്ത അന്റാർട്ടിക് പരിസ്ഥിതിയിൽ ജീവിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും അനുയോജ്യപ്പെട്ടതാണ്. കറുപ്പ് വെളുത്ത് നിറസമയത്തും കട്ടിയുള്ള കൊഴുപ്പ് പാളി, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള രോമങ്ങൾ, ശക്തമായിട്ടുള്ള ഫ്ലിപ്പറുകൾ, ഉപ്പ് നീക്കം ചെയ്യുന്ന ഗ്രന്ഥികൾ എന്നിവയെല്ലാം കൂടെ ചേർന്ന് അഡ്ലി പെൻഗിനെ പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടിയാക്കി മാറ്റുന്നുണ്ട്. ഈ ശാരീരിക പ്രത്യേകതകൾ ഇല്ലായിരുന്നെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയുള്ള അന്റാർട്ടിക്കയിൽ ഇവയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. അഡ്ലി പെൻഗിൻ പ്രകൃതിയുടെ അനുഭവമായിട്ടുള്ള രൂപാന്തര ശേഷിയുടെ മികച്ച ഉദാഹരണമാണ്. നമുക്കിനി ഇവയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്ററ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിൻ അന്റാർട്ടിക് ഭൂപടത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേക പെൻഗിൻ ഇനമാണ്. ലോകത്തിലെ ഏറ്റവും തണുത്തവും കഠിനവുമായിട്ടുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞു മൂടിയ കരഭാഗങ്ങളും ചുറ്റുമുള്ള തണുത്ത സമുദ്ര പ്രദേശങ്ങളും ചേർന്നിട്ടാണ് അഡ്ലി പെൻഗിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആവാസ വ്യവസ്ഥ. അവിടെ ആവാസ വ്യവസ്ഥ ശാരീരിക ഘടനയോടും ഭക്ഷണ രീതിയോടും ഒക്കെ അടുത്ത ബന്ധത്തിലുള്ളതാണ്. അഡ്ലി പെൻഗിനുകൾ അന്റാർട്ടിക്കിലെ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റുപറ്റിയുള്ള തീരപ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. റോസ് സീ, വെഡൽ സീ, അന്റാർട്ടിക് പെനിൻസുല, സൗത്ത് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വലിയ കോളനികൾ ഇവ സ്ഥാപിച്ചിരിക്കുന്നു. ഇവ ഭൂമിയിലെ ഏറ്റവും തെക്കൻ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പെൻഗിൻ ഇനങ്ങളിലൊന്നാണ്. അഡ്ലി പെൻഗിന്റെ ആവാസ വ്യവസ്ഥയുടെ പ്രധാന സവിശേഷത അത്യന്തം തണുത്തത് തന്നെയാണ്. ശീതകാലത്ത് താപനില -30 ഡിഗ്രി മുതൽ -40 ഡിഗ്രി വരെ താഴാം. ശക്തമായിട്ടുള്ള കാറ്റും മഞ്ഞുവീഴ്ചയും ഇവയുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഇത്തരം കഠിനമായിട്ടുള്ള കാലാവസ്ഥ അതിജീവിക്കാൻ വേണ്ടി ഇവ കൂട്ടമായിട്ട് നിൽക്കുകയും ശരീര ചൂട് സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഡ്ലി പെൻഗിനുകൾ സാധാരണയായിട്ട് മഞ്ഞു കൂടിയ തീരപ്രദേശങ്ങളിലും പാറകളുള്ള കരഭാഗങ്ങളിലും കൂട് നിർമ്മിച്ച് ജീവിക്കുന്നുണ്ട്. ഇവ മഞ്ഞുമേൽ കൂട് പണിയില്ല, പകരം ചെറിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കൂട് പണിയുന്നത്. ഇത് മഞ്ഞ് ഉരുകുമ്പോൾ മുട്ടകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം സമുദ്രത്തിലാണ്. ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഇവ കടലിലേക്ക് പോകുന്നുണ്ട്. ക്രിൽ, ചെറിയ മത്സ്യങ്ങൾ, സ്കീഡ് എന്നിവയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം. അതുകൊണ്ട് തന്നെ ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ കടലും കരയും ഒക്കെ ഒരേപോലെ പ്രധാനമുള്ള കാര്യമാണ്. അഡ്ലി പെൻഗിനുകളിൽ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള വലിയ കോളനികളായിട്ടാണ് ഇവ ജീവിക്കുന്നത്. ചില കോളനികളിൽ ലക്ഷക്കണക്കിന് പെൻഗിനുകൾ ഉണ്ടാവും. കോളനികളുടെ സാധാരണയായിട്ട് സമുദ്രത്തിനടുത്തായിരിക്കും. ഇത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയും ശരീരം കൂടി നിർത്താൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിനുകളുടെ ആവാസ വ്യവസ്ഥ വർഷകാലാവസ്ഥ അനുസരിച്ച് മാറുന്നുണ്ട്. വേനൽക്കാലത്ത്, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഇവ കരഭാഗത്തിൽ കൂട് പണിയുന്നുണ്ട്. ശീതകാലത്ത് സമുദ്രത്തിലെ മഞ്ഞുപാളികളുടെ അരികുകളിലേക്ക് ഇവ മാറുന്നുണ്ട്. അതിനാൽ തന്നെ ഇവയെ മൈഗ്രേറ്റിംഗ് വിത്ത് അന്റാർട്ടിക്ക എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിലെ പരിസ്ഥിതിയുടെ ആരോഗ്യനില സൂചിപ്പിക്കുന്ന ഒരു ജൈവ സൂചികയായിട്ട്, അതായത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്രത്തിലെ ക്രിൽ ലഭ്യത, മഞ്ഞിന്റെ വിസ്തൃതി, താപനില മാറ്റങ്ങൾ ഇവയെല്ലാം ഇവയുടെ ആവാസ വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്ലി പെൻഗിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് കാലാവസ്ഥാ മാറ്റം. ഈ കാലാവസ്ഥയുടെ മാറ്റം മൂലം മഞ്ഞുപാളികൾ കുറയുന്നു, ഭക്ഷണ ശൃംഖലയിൽ കുറവ് വരുന്നു, മനുഷ്യപ്രവർത്തനങ്ങൾ ചില പ്രദേശങ്ങളിൽ ഇവയെ അലട്ടുന്നു. ഇവയെല്ലാം അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗിന്റെ ആവാസ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള പരിസ്ഥിതികളൊന്നാണ്. മഞ്ഞു കൂടിയ കരയും തണുത്ത സമുദ്രവും ചേർന്ന ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ ഇവ അത്ഭുതകരമായ രീതിയിൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അഡ്ലി പെൻഗിൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലും ജീവിക്കാൻ നിലനിർത്താൻ വേണ്ടി കഴിയുന്ന അതിശക്തമായിട്ടുള്ള അനുയോജ്യമാണ്. ഇവിടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നത് അന്റാർട്ടിക്കിലെ പരിസ്ഥിതിയും ഭൂമിയുടെ കാലാവസ്ഥയൊക്കെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇനി ഇവയുടെ ഡയറ്റ് അല്ലെങ്കിൽ ആഹാര രീതിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിലെ തണുത്ത സമുദ്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു മാംസഭോജി പക്ഷിയാണ്. അവയുടെ ഭക്ഷണ രീതി അന്റാർട്ടിക്കയുടെ സമുദ്ര പരിസ്ഥിതിയുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ്. സമുദ്രത്തിലെ ചെറുജീവികളെ ആശ്രയിച്ചിട്ടാണ് ഇവയുടെ മുഴുവൻ ജീവിതവും നിലനിൽക്കുന്നത്. അഡ്ലി പെൻഗിന്റെ ആഹാര രീതിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനം ശാസ്ത്രജ്ഞർക്ക് അന്റാർട്ടിക്കയുടെ പരിസ്ഥിതിയുടെ ആരോഗ്യനില മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിനുകളുടെ അവയുടെ ഭക്ഷണത്തിൽ മുഴുവൻ ആശ്രയിക്കുന്ന സമുദ്രത്തെയാണ്. ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഇവ ദിവസവും കടലിലേക്ക് നീന്തി പോകുന്നുണ്ട്. ചിലപ്പോൾ ഭക്ഷണം തേടി 50 മുതൽ 100 കിലോമീറ്റർ വരെ ദൂരം ഇവ സഞ്ചരിക്കാറുണ്ട്. ഇതിനാൽ സമുദ്രത്തിലെ ജീവജാലങ്ങളുടെ ലഭ്യതയാണ് ഇവയുടെ ആഹാര രീതി നിർണ്ണയിക്കുന്നത്. അഡ്ലി പെൻഗിന്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം അന്റാർട്ടിക് ക്രില്ലാണ്. ക്രില്ലെന്ന് പറയുന്നത് ചെറുതായ ചെമ്മീൻ പോലുള്ള ജീവികളാണ്. അവയിൽ പ്രോട്ടീനും കൊഴുപ്പും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്കായിട്ട് ക്രില്ല് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണ്. ചില പ്രദേശങ്ങളിൽ അഡ്ലി പെൻഗിൻ്റെ ഭക്ഷണത്തിന് 70 മുതൽ 90% വരെ ക്രില്ലായിരിക്കും. ക്രില്ല് കുറവുള്ള പ്രദേശങ്ങളിൽ അഡ്ലി പെൻഗിനുകൾ ചെറു മത്സ്യങ്ങൾ, സ്കീഡ്, ഒക്ടോപ്പസ് പോലുള്ള ചെറു സമുദ്രജീവികൾ എന്നിവയും ഭക്ഷിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അവയുടെ ഭക്ഷണ രീതി അവസരാനുസൃതമായിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഡ്ലി പെൻഗിൻ മികച്ചൊരു ഡൈവറാണ്. സാധാരണയായിട്ട് 50 മുതൽ 100 മീറ്റർ വരെ ആഴത്തിൽ മുങ്ങി ഭക്ഷണം തേടുന്നുണ്ട്. ചിലപ്പോൾ 150 മീറ്റർ വരെ മുങ്ങാൻ കഴിയുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് ചില പെൻഗിനുകളും ചേർന്ന് കൂട്ടമായിട്ട് വേട്ടയാടുന്ന ഗ്രൂപ്പ് ഹണ്ടിങ് ശീലവും ഇവയ്ക്കുണ്ട്. അഡ്ലി പെൻഗിനുകൾ ദിവസത്തിൽ വലിയൊരു ഭാഗം ഭക്ഷണം നേടാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ബ്രീഡിംഗ് സീസണിൽ മാതാപിതാക്കൾ മാറി മാറി ഭക്ഷണം തേടുന്നുണ്ട്. ഒരാൾ കൂട് കാക്കുമ്പോൾ മറ്റേത് കടലിൽ ഭക്ഷണം ശേഖരിക്കും. ഇത് കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഭക്ഷണം നേരിട്ട് കൊടുക്കുന്നുണ്ട്. മുതിർന്ന പെൻഗിനുകൾ കഴിച്ച ഭക്ഷണം പകുതി ദഹിപ്പിച്ച നിലയിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ ഭക്ഷണം പ്രോട്ടീനും ഊർജ്ജവും നിറഞ്ഞാണ്. ഇത് കുഞ്ഞുങ്ങളുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് നിർണായകരമാണ്. അഡ്ലി പെൻഗിന്റെ ഭക്ഷണ രീതി കാലാവസ്ഥാ മാറ്റത്താൽ നേരിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. മഞ്ഞുപാളികൾ കുറയുമ്പോൾ ക്രിൽ ലഭ്യത കുറയുന്നുണ്ട്. സമുദ്ര താപനില
ഉയരുമ്പോൾ ഭക്ഷണ ശൃംഖലയിലും മാറ്റങ്ങൾ സംഭവിക്കും. അതിനാൽ തന്നെ അഡ്ലി പെൻഗിൻ ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. മനുഷ്യൻ നടത്തുന്ന അമിതമായിട്ടുള്ള മത്സ്യബന്ധനം, ക്രിൽ വ്യാവസായിക ശേഖരണം, സമുദ്ര മലിനീകരണമൊക്കെ ഈ അഡ്ലി പെൻഗിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഭക്ഷണം കുറയുമ്പോൾ ഇവയുടെ പ്രജനശേഷിയും കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിൽപ്പും ഒക്കെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അഡ്ലി പെൻഗിനുകൾ ഭക്ഷണം കഴിക്കുന്നത് വെറും വിശപ്പ് തീർക്കാൻ വേണ്ടി മാത്രമല്ല, തണുപ്പിൽ നിന്ന് ശരീര ചൂട് നിലനിർത്താൻ വേണ്ടി അധിക ഊർജ്ജം ഇവയ്ക്ക് ആവശ്യമുണ്ട്. അതിനാൽ തന്നെ ഇവ കൊഴുപ്പ് ധാരാളമുള്ള ഭക്ഷണമാണ് തേടുന്നത്. ക്രില്ല് പോലുള്ള കൊഴുപ്പ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഇവയുടെ ജീവിതത്തിന് അനിവാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗിൻ്റെ ആഹാര രീതി അന്റാർട്ടിക്കയുടെ സമുദ്ര പരിസ്ഥിതിയുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ക്രിൽ, ചെറു മത്സ്യങ്ങൾ, സ്കീഡ് എന്നിവ അടങ്ങിയ അവയുടെ ഭക്ഷണം അവയുടെ വളർച്ചയ്ക്കും പ്രജനനത്തിനും അതിജീവനത്തിനും ഒക്കെ അടിസ്ഥാനമാണ്. അഡ്ലി പെൻഗിൻ്റെ ഭക്ഷണ ശൃംഖലയിലെ മാറ്റങ്ങൾ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ സൂചനയായിട്ട് മനുഷ്യർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവയുടെ ഭക്ഷണ രീതിയെ സംരക്ഷിക്കുന്നത് അന്റാർട്ടിക്കയുടെ സമുദ്ര ജീവിതം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഇവിടെ സ്വഭാവവും പെരുമാറ്റ രീതികളും അല്ലെങ്കിൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി ഇനി നോക്കിയാൽ, അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിലെ അത്യന്തം തണുത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു സാമൂഹിക പക്ഷിയാണ്. അവയുടെ പെരുമാറ്റ രീതികൾ, അവയുടെ ജീവിത ശൈലികൾ, ഭക്ഷണശീലങ്ങൾ, പ്രജനനം, പരസ്പര ബന്ധങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സഹകരണവും ആശയവിനിമയം നിറഞ്ഞ സാമൂഹിക ജീവിതമാണ് അഡ്ലി പെൻഗിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷത. ഒന്നാമത്തെ കാര്യം, ഇവയൊരു സാമൂഹിക ജീവികളായിരിക്കും. അതൊരു സോഷ്യൽ ബിഹേവിയറെ പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിനുകൾ ആയിരക്കണക്കിന് അംഗമുള്ള വലിയ കോളനികളായിട്ട് ജീവിക്കുന്നുണ്ട്. കൂട്ടമായിട്ട് ജീവിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ശരീര ചൂട് നിലനിർത്താൻ വേണ്ടിയും ഉറപ്പാക്കുന്നുണ്ട്. ഇവയുടെ കോളനികൾ ലോകത്തിലെ ഏറ്റവും ശബ്ദമുള്ള പക്ഷി കോളനികളൊന്നാണ്. പരസ്പര ആശയവിനിമയം നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അഡ്ലി പെൻഗിനുകൾ ശബ്ദവും ശരീരഭാഷയും ഉപയോഗിച്ചിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. ഓരോ പെൻഗിനും പ്രത്യേക ശബ്ദ വിളികളുണ്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോളുണ്ട്. മാതാപിതാക്കൾ സ്വയം കുഞ്ഞുങ്ങളെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നുണ്ട്. തലകുലുക്കൽ, ചിറകുകൾ ഉയർത്തൽ, ശരീരം നീട്ടിയ തുടങ്ങിയ ചലനങ്ങൾ ആശയവിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരും. പ്രജനനകാലത്ത് അഡ്ലി പെൻഗിനുകൾ പ്രത്യേകമായിട്ടുള്ള പ്രണയ പെരുമാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ആൺ പെൻഗിൻ പെൺ പെൻഗിനിന് കല്ല് സമ്മാനിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശീലം. ഈ കല്ല് സമ്മാനം കൂട്ടുകെട്ടിൻ്റെ അടയാളമാണ്. ഒരേ കൂട്ടാളിയെ പല വർഷങ്ങളായിട്ട് തുടരുന്ന പതിവ് ഇവയ്ക്കുണ്ട്. പിന്നെ ഇവിടെ കൂട് നിർമ്മാണ ശീലവുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവം നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിനുകൾ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കൂട് നിർമ്മിക്കുന്നത്. മഞ്ഞിൽ കൂട് പണിയാതെ പാറകളുടെ മുകളിൽ കല്ലുകൾ അടുക്കി കൂട്ടുന്നു. കല്ലിനു വേണ്ടി തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സംഭവങ്ങൾ സാധാരണമാണ്. കൂട് സംരക്ഷിക്കാൻ വേണ്ടി ഇവ ശക്തമായിട്ടുള്ള പ്രദേശാവകാശം കാണിക്കുന്നുണ്ട്. പിന്നെ മാതാപിതൃ പരിചരണത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിൻ മികച്ച ഒരു മാതാപിതാക്കളാണ്. ആൺപെൺ പെൻഗിനുകൾ മാറി മാറി മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ കാക്കുന്നുണ്ട്. ഒരാൾ ഭക്ഷണം തേടാൻ വേണ്ടി കടലിലേക്ക് പോകുമ്പോൾ മറ്റേത് കൂടിനിൽ തുടരും. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ക്രച്ചെന്ന കൂട്ടമായിട്ട് ചേരും. അഡ്ലി പെൻഗിനുകൾ മികച്ച നീന്തൽക്കാരും ഡൈവർമാരുമാണ്. കൂട്ടമായിട്ട് വേട്ടയാടുന്ന ശീലം ഇവയ്ക്കുണ്ട്. മത്സ്യങ്ങളെയും ഗ്രില്ലിനെയൊക്കെ പിടിക്കാൻ വേണ്ടി വലിയ വേഗത്തിൽ ഇവ മുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരേ സമയം 100 കണക്കിന് പെൻഗിനുകൾ കടലിലേക്ക് ചാടുന്നത് കാണാം. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഡ്ലി പെൻഗിനുകൾ കൂട്ടമായിട്ട് ചേരുന്നുണ്ട്. ഹെഡിങ് എന്ന് വിളിക്കുന്ന ഈ ശീലം ശരീര ചൂട് സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പുറത്തേ നിൽക്കുന്ന പെൻഗിനുകൾ പിന്നീട് ഉള്ളിലേക്ക് മാറുകയും അകത്തുള്ളവർ പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് സമതുലിതമായിട്ടുള്ള ചൂട് വിതരണം ഉറപ്പാക്കുന്നുണ്ട്. ശത്രുക്കളോടുള്ള ഇവയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിനുകൾ ശത്രുക്കളെ കണ്ടാൽ കൂട്ടമായിട്ട് ചേരുകയും ശബ്ദം ഉയർത്തുകയും ചിലപ്പോൾ ആക്രമണ സ്വഭാവം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കരയിൽ സ്കൂവ പക്ഷികൾ മുട്ടകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കും. വെള്ളത്തിലെ ലിയോപാഡ്, സീൽ, ഓൾക്ക എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ. അഡ്ലി പെൻഗിനുകളുടെ പെരുമാറ്റം കാലാവസ്ഥ അനുസരിച്ച് മാറുന്നുണ്ട്. വേനൽക്കാലത്ത് കരയിൽ കൂടുതൽ സമയം ഇവ ചെലവഴിക്കുന്നുണ്ട്. ശീതകാലത്ത് സമുദ്രത്തിലെ മഞ്ഞുപാളികളുടെ അരികിലൂടെ ഇവ മാറുന്നുണ്ട്. ഇത് ഇവയുടെ ഭക്ഷണവും സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്ന സ്വഭാവപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ ഇവിടെ ബുദ്ധിയും പഠനശേഷിയും സംബന്ധിച്ചിട്ടുള്ള ഇവയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിനുകൾക്ക് മികച്ച ഓർമ്മശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. സ്വയം കൂട്, സ്ഥാനം, കൂട്ടാളികളുടെ ശബ്ദം, കുഞ്ഞുങ്ങളുടെ ശബ്ദം ഇവയെല്ലാം ഇവ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് വലിയ കോളനികളിൽ ജീവിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗിൻ്റെ പെരുമാറ്റ രീതികൾ സഹകരണത്തിൻ്റെയും സാമൂഹിക ബന്ധത്തിൻ്റെയും മികച്ച ഉദാഹരണമാണ്. ശബ്ദമുഖേനയുള്ള ആശയവിനിമയം, കൂട്ടായിട്ട് ജീവിക്കൽ, മാതാപിതൃ പരിചരണം, കൂട്ടമായിട്ട് ചൂട് നിലനിർത്തൽ, പ്രണയ പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവയുടെ അതിജീവന തന്ത്രങ്ങളാണ്. അഡ്ലി പെൻഗിൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് മാത്രമല്ല, കൂട്ടായിട്ട് സഹകരിച്ച് ജീവിക്കുന്നതും ശക്തി എന്ന സത്യമാണ്. നമുക്കിനി ഇവയുടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിൽ അതികഠിനമായിട്ടുള്ള കാലാവസ്ഥയോട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദ്ര പക്ഷിയാണ്. അവയുടെ പ്രജനന പ്രക്രിയ അത്യന്തം ക്രമബന്ധവും സഹകരണപരവുമാണ്. ഓരോ വർഷവും വേനൽക്കാല ആരംഭത്തിൽ, അതായത് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇവ കൂട്ടമായിട്ട് പ്രജനന കോളനിയിലേക്ക് മടങ്ങി വരുന്നുണ്ട്.
അഡ്ലി പെൻഗ്വിനുകൾ സാധാരണയായിട്ട് ഒരേ കൂട്ടുകാരോടൊപ്പം തുടർച്ചയായിട്ട് വർഷങ്ങൾ പ്രജനനം നടത്തുന്ന പക്ഷികളാണ്. കോളനിയിൽ എത്തിയ ശേഷം ആൺപക്ഷി ചെറുകല്ലുകളും പെബിൾ കല്ലുകളും ശേഖരിച്ച് ഒരു കൂട് നിർമ്മിക്കാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ട്. ഈ കല്ലുകൾ പെൺപക്ഷിക്ക് സമ്മാനിക്കുന്നതാണ് ഇവിടെ പ്രധാന കോഴ്ഷിപ്പ് രീതി. പെൺപക്ഷി അത് സ്വീകരിച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കപ്പെടുന്നു. ശബ്ദവിളികളും തലചലനങ്ങളും ചിറകുകളുടെ ചലനങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. അഡ്ലി പെൻഗ്വിനുകൾ മണ്ണിൽ ചെറുകല്ലുകൾ അടുക്കി വൃത്താകൃതിയിലുള്ള ഒരു കൂട് നിർമ്മിക്കുന്നു. മഞ്ഞ് കയറുന്ന വെള്ളത്തിൽ നിന്ന് മുട്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കല്ലുകൾ ഉപയോഗിക്കുന്നത്. കൂട് സംരക്ഷിക്കപ്പെടുന്നത് ആൺപക്ഷിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ചുമതലയായിരിക്കും. പലപ്പോഴും മറ്റു പെൻഗ്വിനുകളുടെ കൂടുകളിൽ നിന്ന് കല്ലുകൾ മോഷ്ടിക്കുന്നതും ഇവയിൽ സാധാരണമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെൺപക്ഷി സാധാരണയായിട്ട് 2 മുട്ടകളായിരിക്കും ഇടുന്നത്. ഓരോ മുട്ടയ്ക്കും ഇടയിൽ കുറച്ച് ദിവസങ്ങളുടെ ഇടവേള ഉണ്ടാവും. മുട്ടകൾ കട്ടിയുള്ള വെളുത്ത നിറത്തിലായിരിക്കും. മുട്ടയിടുന്ന സമയത്ത് പെൺപക്ഷി വളരെ ക്ഷീണിതയാകുന്നതിനാൽ ഉടൻ തന്നെ ആൺപക്ഷി മുട്ടകൾക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ചുമതല ഏൽക്കുന്നുണ്ട്. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി ഏകദേശം 32 മുതൽ 35 ദിവസം വരെ മുട്ടകൾ വിരിയിക്കുന്നുണ്ട്. കാലയളവിൽ ഒരാൾ കൂടുതലിരിക്കുമ്പോൾ മറ്റേ പക്ഷി കടലിൽ നിന്ന് ഭക്ഷണം നേടാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത തണുപ്പിലും ശക്തമായിട്ടുള്ള കാറ്റിലും മുട്ടകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവ ശരീരതാപം ഉപയോഗിക്കുന്നുണ്ട്. മുട്ടകൾ കാലയിൽ വെച്ച് വയറ്റിലെ പ്രത്യേക ചർമ്മത്തിനടിയിൽ മൂടിയിട്ടാണ് ഇവ ചൂട് നൽകുന്നത്. ഏകദേശം 1 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മുട്ട പൊളിച്ച് പുറത്തു വരുന്നു. ഇവയ്ക്ക് മൃദുവായിട്ടുള്ള ചാര നിറത്തിലെ രോമാവരണം ഉണ്ടായിരിക്കും. തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് സ്വയം ശരീര ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയത്തില്ല. അതിനാൽ തന്നെ മാതാപിതാക്കൾ മാറി മാറി കുഞ്ഞുങ്ങളെ ചൂടിലും സുരക്ഷയിലും സൂക്ഷിക്കുന്നു. മാതാപിതാക്കൾ കടലിൽ നിന്ന് ക്രില്ല്, ചെറിയ മീനുകൾ, സ്കീഡ് എന്നിവ പിടിച്ചു കൊണ്ടുവന്ന് ഭാഗികമായിട്ട് ദഹിപ്പിച്ച ശേഷം ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇരുവരും തുല്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നതാണ് അഡ്ലി പെൻഗ്വിനുകളുടെ പ്രത്യേകത. അതിലൂടെ കുഞ്ഞുങ്ങൾ വേഗത്തിൽ വളരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ ഒരുമിച്ച് കൂട്ടമായിട്ട് ചേരുന്ന ഒരു സംഘം ആരംഭിക്കുന്നുണ്ട്. അതിനെ ക്രച്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ ഭക്ഷണം തേടി ദൂരേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കൂട്ടമായിട്ട് നിന്ന് തണുപ്പിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെ സംരക്ഷണം നേടുന്നുണ്ട്. ഏകദേശം ഒരു 7 മുതൽ 9 ആഴ്ചക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയായ പെൻഗ്വിനുകളെ പോലുള്ള തൂവലുകൾ വരും. തുടർന്ന് അവർ കടലിലേക്ക് ഇറങ്ങി സ്വതന്ത്രമായിട്ട് ഭക്ഷണം തേടാൻ വേണ്ടി തുടങ്ങും. അതോടെ മാതാപിതാക്കളുടെ പ്രജനന ചുമതല അതിനോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കാലാവസ്ഥ മാറ്റം, കടൽമഞ്ഞ് കുറയൽ, ഭക്ഷ്യസ്രോതസ്സുകളായിട്ടുള്ള ക്രിൽ ലഭ്യത കുറയൽ എന്നിവ അഡ്ലി പെൻഗ്വിനുകളുടെ പ്രജനന വിജയത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്വാ പോലുള്ള പക്ഷികളും സീലുകളും മുട്ടകളെയും കുഞ്ഞുങ്ങളെയൊക്കെ വേട്ടയാടുന്ന പ്രധാനമായിട്ടുള്ള ശത്രുക്കളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗ്വിനുകളുടെ പ്രജനനം മാതാപിതാക്കളുടെ ശക്തമായിട്ടുള്ള സഹകരണത്തിലും കഠിനമായിട്ടുള്ള പരിസ്ഥിതിയോടുള്ള അതുല്യമായിട്ടുള്ള അനുയോജനത്തിനുമൊക്കെ അധിഷ്ഠിതമാണ്. മുട്ടയിടൽ മുതൽ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകുന്നവരെ ഓരോ ഘട്ടവും അതീവ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ പരിസ്ഥിതി മാറ്റങ്ങൾ അവയുടെ പ്രജനന വിജയത്തെ നേരിട്ട് സ്വാധീനിക്കുന്നതിനാൽ തന്നെ അഡ്ലി പെൻഗ്വിനുകളുടെ സംരക്ഷണം ഭാവിയിലേക്കുള്ള അനിവാര്യമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇവയുടെ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട ആയുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗ്വിൻ സാധാരണയായിട്ട് 10 മുതൽ 20 വർഷം വരെ ജീവിക്കുന്ന ഒരു സമുദ്ര പക്ഷിയാണ്. ചില ആരോഗ്യകരമായിട്ടുള്ള പെൻഗ്വിനുകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ 20 വർഷത്തിലധികം ജീവിക്കാനും കഴിയുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ജീവിതകാലം എന്ന് പറയുന്നത് ഭക്ഷണ ലഭ്യത, കാലാവസ്ഥ മാറ്റങ്ങൾ, രോഗങ്ങൾ, വേട്ടക്കാരുടെ ആക്രമണം, മനുഷ്യപ്രവർത്തനങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ലൈഫ് സ്പാൻ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് വളരെ കൂടുതലായിരിക്കും. ആദ്യ വർഷം അതിജീവിക്കുന്ന പെൻഗ്വിനുകൾക്ക് ദീർഘായുസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അഡ്ലി പെൻഗ്വിനുകൾക്ക് ഇന്ന് പലതരത്തിലുള്ള പ്രതിരോധവും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനമാകാം, ഭക്ഷണക്ഷാമമാകാം, ജലമലിനീകരണമാകാം, മനുഷ്യ ഇടപെടലുകളാകാം. അതുപോലെ തന്നെ പ്രകൃതിദത്ത വേട്ടക്കാരായിട്ടുള്ള കടൽ പുള്ളിപ്പുലിയുണ്ട്, അതായത് ലിപ്പേർഡ് സീലുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള വേട്ടക്കാരൻ. കടലിൽ നീന്തുന്ന പെൻഗ്വിനുകളെ ഇവ പിടികൂടുന്നുണ്ട്. വളരെ ശക്തവും വേഗമേറിയതായിട്ടുള്ള വേട്ടക്കാരായിരിക്കും ഇത്. ഓർക്ക അല്ലെങ്കിൽ കില്ലർ വോൾ ഒരു ഭീഷണിയായിരിക്കും. അപ്പോൾ വലിയ കൂട്ടമായിട്ട് വേട്ടയാടുന്നവയാണ്. കടലിൽ പെൻഗ്വിനുകൾ ഇവ പിടികൂടുന്നുണ്ട്. പിന്നെ സ്കൂവ പക്ഷികളായിരിക്കും അടുത്ത വേട്ടക്കാരും. അത് പെൻഗ്വിൻ മുട്ടകളെയും കുഞ്ഞുങ്ങളെ ആയിരിക്കും പ്രധാനമായിട്ടും ഇവ ഭക്ഷിക്കുന്നത്, കൂടുതൽ ആക്രമിക്കുന്നത്. പിന്നെ ജയന്റ് പെട്രലുണ്ട്, ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ പരിക്കേറ്റ പെൻഗ്വിനുകളെ ഇവ വേട്ടയാടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഡ്ലി പെൻഗ്വിൻ ഏകദേശം 10 മുതൽ 20 വർഷം വരെ ജീവിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള പക്ഷിയാണെങ്കിലും കാലാവസ്ഥ മാറ്റം, ഭക്ഷ്യക്ഷാമം, മലിനീകരണം, വേട്ടക്കാർ എന്നിവ അതിൻ്റെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവയെ സംരക്ഷിക്കുക എന്നത് അന്റാർട്ടിക്കയിലെ സമതുലിത പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യൻ ഉത്തരവാദിത്വപരമായിട്ട് പെരുമാറുവാണെങ്കിൽ മാത്രമേ ഈ മനോഹരമായിട്ടുള്ള പെൻഗ്വിനുകളുടെ ഭാവിയിലും ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സംരക്ഷണ നില അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ അഡ്ലി പെൻഗ്വിൻ അന്റാർട്ടിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പെൻഗ്വിനുകളിൽ ഒന്നാണ്. കടുത്ത തണുപ്പിലും അതിജീവിക്കാൻ കഴിയുന്ന ഈ പെൻഗ്വിനുകൾ അന്റാർട്ടിക്കൻ പരിസ്ഥിതിയിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥാ മാറ്റം, മനുഷ്യ ഇടപെടൽ, ഭക്ഷ്യക്ഷാമം എന്നിവ മൂലം അവിടെ ജനസംഖ്യ അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതിനാൽ തന്നെ അവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് ശാസ്ത്രീയപരമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരമായിട്ടുള്ള സംരക്ഷണ നില നോക്കുകയാണെങ്കിൽ ഇവയുടെ അഡ്ലി പെൻഗ്വിൻ നിലവിൽ നിയർ ത്രെറ്റൻഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ പൂർണ്ണമായിട്ടും വംശനാശ ഭീഷണിയില്ല, പക്ഷേ
ഭാവിയിൽ വൾണറബിൾ അല്ലെങ്കിൽ എൻഡേഞ്ചർഡ് എന്ന വിഭാഗത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് അന്റാർട്ടിക്കയിലും അന്റാർട്ടിക് ഉപദ്വീപിലും അഡ്ലി പെൻഗിൻ ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മറിച്ച് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ചില കോളനികൾ സ്ഥിരത പുലർത്തുന്നുണ്ട്. ഇത് പരിസ്ഥിതി വ്യത്യാസങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലി പെൻഗിൻ്റെ നിലവിൽ നിയർ ത്രെട്ടൻഡ് എന്ന സംരക്ഷണ നിലയിലാണ്. ഇത് മുന്നറിയിപ്പാണ്. ഇപ്പോൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഇനം വംശനാശ ഭീഷണിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അന്റാർട്ടിക്കയിലെ പരിസ്ഥിതി സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി അഡ്ലി പെൻഗിൻ്റെ സംരക്ഷണം അനിവാര്യമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിൻ്റെ ഉദാഹരണമായിട്ട് ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി നമുക്ക് ഇവിടെ ചരിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രശസ്തവുമായിട്ടുള്ള പെൻഗിൻ ഇനങ്ങളിലൊന്നാണ്. അന്റാർട്ടിക്കയിലെ കടുത്ത തണുപ്പിലും കടലിലെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളോടും അതിശയകരമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി കഴിഞ്ഞ ഈ പക്ഷിയുടെ ചരിത്രം മനുഷ്യൻ്റെ അന്റാർട്ടിക്ക അന്വേഷണ ചരിത്രത്തോടൊപ്പം തന്നെ മുന്നേറുന്നതാണ്. ശാസ്ത്രീയ കണ്ടെത്തലുകളും പരിവേഷണങ്ങളും വഴി അഡ്ലി പെൻഗിൻ ലോകത്തിന് പരിചിതമായിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നടന്ന അന്റാർട്ടിക്ക പരിവേഷണങ്ങളിൽ അഡ്ലി പെൻഗിൻ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. റോബർട്ട് ഫാൽക്കൺ സ്കോട്ട്, എർണറ്റ് ഷാക്ലെറ്റർ എന്നിവരുടെ യാത്രാരേഖകളിൽ അഡ്ലി പെൻഗിൻ പരാമർശിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇവയുടെ മാംസം ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നു, കൊഴുപ്പ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നു. കൂടാതെ പരിസ്ഥിതിയെ മനസ്സിലാക്കാൻ വേണ്ടി ഇവയെ പഠന വിഷയമാക്കി. ഇന്നത്തെ അനീതിയായിട്ട് തോന്നുമെങ്കിലും അന്നത്തെ പരിവേഷണങ്ങളിൽ ജീവൻ രക്ഷിക്കാനായിരുന്നുവെന്ന് ചരിത്രം കാണിക്കുന്നുണ്ട്. ഫോസിൽ തെളിവുകൾ പ്രകാരം പെൻഗിനുകൾക്ക് ഏകദേശം 60 ദശലക്ഷം വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അഡ്ലി പെൻഗിൻ ഇന്നത്തെ രൂപത്തിൽ രൂപപ്പെട്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്റാർട്ടിക്കയിലെ പുരാതന കാലാവസ്ഥാ മാറ്റങ്ങൾക്കൊപ്പം ഇവയുടെ ശരീരഘടന മാറി. ഇവയുടെ ചെറുതായിട്ടുള്ള ചെറുകൾ നീന്താൻ അനുയോജ്യമായിട്ടുള്ള ഫ്ലിപ്പറുകളായിട്ട് മാറി. കനത്ത കൊഴുപ്പ് കാളി തണുപ്പിൽ നിന്ന് ഇവയ്ക്ക് സംരക്ഷണം നൽകി. അതുപോലെ കറുപ്പും വെളുപ്പും നിറഞ്ഞ നിലം ശത്രുക്കളിൽ നിന്നും മറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുകയും ചെയ്തു. 20ാം നൂറ്റാണ്ടിന് ശേഷം അഡ്ലി പെൻഗിൻ അന്റാർട്ടിക്കൻ പരിസ്ഥിതിയിലെ സൂചന ജീവിയായിട്ട്, അതായത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രധാന മാതൃകയായിട്ട് ഇവ ഉപയോഗിച്ചു. ഉപഗ്രഹ നിരീക്ഷണം, DNA പഠനം എന്നിവ വഴി കോളനികളുടെ വലിപ്പം, കുടിയേറ്റശീലം, പ്രജനന വിജയ നിരക്ക് എന്നിവ നിരന്തരം രേഖപ്പെടുത്തുന്നുണ്ട്. അഡ്ലി പെൻഗിൻ മനുഷ്യന്റെ അന്റാർട്ടിക്ക അന്വേഷണങ്ങളുടെ സാക്ഷിയാണ്. ശാസ്ത്രലോകത്തിന് ധ്രുവ പ്രദേശങ്ങളിലെ ജീവപരിണാമം മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ച ജീവിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തെ പരിധിയുമായിട്ട് മാറിയ ഒരു പക്ഷി ഇനമാണ്. ചുരുക്കി പറഞ്ഞാൽ അഡ്ലി പെൻഗിന്റെ ചരിത്രം വെറും ഒരു പക്ഷിയുടെ കഥയല്ല, അത് അന്റാർട്ടിക്കയുടെ പ്രകൃതി ചരിത്രവും മനുഷ്യന്റെ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന ഒരു കഥയാണ്. ഫ്രഞ്ച് പരിവേഷകർ നൽകിയ പേരിൽ തുടങ്ങി ആധുനിക ഉപഗ്രഹ പഠനങ്ങളിലേക്ക് എത്തുന്ന ഈ യാത്ര പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെ മാറിയെന്നതിനുള്ള തെളിവാണ്. ഇത് അഡ്ലി പെൻഗിനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പൈതൃക ജീവിയായിട്ട് ലോകം അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അഡ്ലി പെൻഗിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്ത ജീവിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.